ഹലോ ഗായ്സ്, ഒരു സ്പെഷ്യൽ ഡേ ആണ്. നീരവിന്റെ അംഗൻവാടിയിലെ ലാസ്റ്റ് ദിവസമാണ്. അതായത് ഇന്നാണ് കേട്ടോ യാത്രയപ്പ്. ഇതേപോലെ പുതിയ കുട്ടികൾക്കുള്ള പ്രവേശനോത്സവം. തലേ ദിവസത്തെ സാമ്പാറും പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഉച്ചയാവും അറിയണോ. ചോറും കറികളൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടാണ് പോവാന്ന് വിചാരിച്ചത്. ഫിഷ് കറിയായിട്ട് സാമ്പാറും തൈരൊക്കെ ഉണ്ടായിരുന്നു. പേര് എന്ത് വെക്കും വെച്ച് നോക്കിയപ്പോ ഫ്രിഡ്ജിൽ 2 കൈപ്പക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് വെട്ടി നോക്കി കുറച്ച് ഉപ്പേരി വെക്കുക. ഗോതമ്പ് ദോശക്ക് ഇന്ന് വല്ലാത്തൊരു കനം. ഇപ്പൊ ഫ്രീ അല്ലാത്തതുകൊണ്ട് കെറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് ചായയും കാപ്പിയും വെച്ചു. ബാക്കിയുള്ളത് നീരവിനെ കുളിപ്പിക്കാൻ കൊടുത്തു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. സാമ്പാറ്, ചായ, കാപ്പി പിന്നെ ഗോതമ്പ് ദോശയായിരുന്നു. നമ്മുടെ പാല് ചേട്ടൻ ലേറ്റ് ആയി വരണോണ്ട് നമ്മൾ കട്ടനില് എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇടയിൽ നമ്മുടെ കൈപ്പക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കാൻ വല്ലാത്ത സമയം നിഷ്ഠയായോണ്ട് 11 മണിക്ക് എത്തണ്ട ഞാൻ 11:15 എത്തിയത്. എന്നെ ഇടയിൽ ടീച്ചർ വിളിക്കുകയും ചെയ്ത്. വേറെ ഒന്നുമല്ലടാ, ഗേറ്റ് അടവാണ്. അതാണ് വല്ലാത്തൊരു പ്രശ്നം. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഉദ്ദേശത്തില് അവാർഡുകളെ പോലെ നിന്ന് തിരിയുന്നുണ്ട് കേട്ടോ. ടീച്ചർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. ഞങ്ങൾ എത്തണേന്റെ കൂടെ ഗേറ്റും അടച്ചു. അപ്പോൾ 4 ട്രെയിനോളം പോവാണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കടയിൽ കയറി ഒരു പാക്കറ്റ് മിഠായി പിള്ളേർക്കുള്ള മേടിച്ച് നേരെ അംഗൻവാടിക്ക്. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം പറഞ്ഞ അംഗമായ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറ്, അതേപോലെ അംഗമായ ചേച്ചി, എല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ രീതിക്ക് പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടോ. നല്ല സന്തോഷമായി എനിക്ക്. അവൻ്റെ ഫോട്ടോ ഉള്ള നല്ലൊരു ട്രോഫി, പിന്നെ അതാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, കളർ പെൻസിലും ഉണ്ടായിരുന്നു, പിന്നെ അതാ പ്രവേശനോത്സവത്തിൻ്റെ തൊപ്പി, ബലൂണ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുട്ടികൾക്ക് ലഡു, മിഠായി, കേക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ടീച്ചർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഇതാണ് പുഷ്പ ടീച്ചർ, ഇത് രുക്മിണി ടീച്ചർ. നീരവിന് ഇത്ര നാൾ നോക്കി 2 അമ്മമാരാണ് കേട്ടോ. അപ്പം എല്ലാം പുതിയ കുട്ടികൾക്ക് കളറിംഗ് ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ഇവര് എല്ലാവരും നാളെ തൊട്ട് സ്കൂളിലേക്ക് പോവാണ്. ഇവന് ഗുരുപൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡേറ്റ് 10-ാം തീയതിക്കുള്ള ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഇതാ നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങോട്ട് പിരിയാണ് കേട്ടോ.